കഥ അനന്തപൂരിന്റെ കഥയാണ്. അനന്തപൂരിന്റെ പാതിയിലധികം സ്ഥലം ടാഗോർ വാങ്ങിക്കഴിഞ്ഞു. ഹരിയ, ഇതാ നിന്റെ കാശ്. ഇന്നു മുതൽ ഈ സ്ഥലം എന്റേതാണ്. ഇനി തൊട്ട് നീ ഈ സ്ഥലത്ത് കൃഷി ചെയ്യണമെങ്കിൽ നീ എനിക്ക് ഇതിന് വാടക തരണം. ശരി മുതലാളി. പാവം ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾ പണത്തിന്റെ ആവശ്യത്തിനായി അവരുടെ സ്ഥലം ടാഗോറിന് വിറ്റുകഴിഞ്ഞു. ഇത് എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. അതിൽ ഒരാളാണ് സഞ്ജീവ്. സഞ്ജീവ് ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അതായത് തന്റെ സ്ഥലം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്താൽ എന്താകുമെന്ന്. ഈ കൃഷിക്കാരൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? അതായത് അവരുടെ സ്ഥലം തന്നെയാണ്, അവർക്ക് എല്ലാം സ്വന്തം വേണമെന്ന്. സഞ്ജീവ് ഇത് ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്തു പറ്റിയച്ചാ? ഇനി എന്ത് നടക്കാനാ മോളെ? ഇന്നൊരു കൃഷിക്കാരന് അവന്റെ സ്ഥലം ആ ജമീന്ദാറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആരാ? ഹരിയ തന്നെ. അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നാ പറഞ്ഞത്. പണത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലം വിറ്റ് കളഞ്ഞു. ഹരിയ മാമയുമാണോ? അതെ. ഗ്രാമത്തെ ജനങ്ങളൊക്കെ ഈ ജമീന്ദാർ വളരെ നല്ലവനാണ്. അവരുടെ സ്ഥലം തന്നെ വിലയ്ക്ക് വാങ്ങുന്നു. പിന്നെ അവർക്ക് തന്നെ അവർ ജോലിയും കൊടുക്കുന്നു വാടകയ്ക്ക്. ജനങ്ങളൊക്കെ അവരെ ദൈവം പോലെ നോക്കുന്നത്. പക്ഷെ ശരിക്കും ഇവന്മാരൊക്കെ കൊള്ളക്കാരാണ്. ശരിയാണച്ചാ, അവരെല്ലാരും തന്നെ സ്വാർത്ഥരാണ്. നല്ലത് ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. അതെ. സഞ്ജീവും ശാന്തിയും എല്ലാ ജമീന്ദാരുകളെ കുറിച്ചും തെറ്റായി കരുതി. അങ്ങനെ അവരുടെ ജീവിതം കഴിഞ്ഞുപോയി. സഞ്ജീവും ശാന്തിയും അവരുടെ പാടത്ത് ജോലി നോക്കുകയായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഈ പ്രാവശ്യം പൂജയ്ക്കുള്ള മര്യാദ ആർക്കാണ് കൊടുക്കേണ്ടത്? ഞങ്ങൾ എന്താ ആലോചിക്കുന്ന വെച്ചാൽ, ഇത് നമ്മുടെ ജമീന്ദാറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലല്ല, തീർച്ചയായിട്ടില്ല. ആ മനുഷ്യനൊക്കെ ഗ്രാമത്തെ ജനങ്ങളെടുത്ത് കൊള്ളയടിക്കുകയാണ്. അവന് വേണ്ടിയാണോ നിങ്ങൾ ഈ നാട്ടുമര്യാദ നടത്തുന്നത്? പക്ഷെ സഞ്ജീവ്, അവരൊന്നും നമ്മുടെ സ്ഥലം വന്നിട്ട് ആക്രമിച്ചിട്ട് പോയില്ലല്ലോ. അവരൊക്കെ നിങ്ങളുടെ സ്ഥിതി ആലോചിച്ചിട്ടാണ് നിങ്ങളുടെ സ്ഥലമൊക്കെ അവരെടുത്തു കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇല്ല സഞ്ജീവ് ഏട്ടാ, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ്. ആ ജമീന്ദാർ വളരെ മോശമായവനാ. അദ്ദേഹം നിങ്ങൾ എല്ലാരെയും പറ്റിച്ചിരിക്കുക. നിങ്ങൾ ആരെ കൊണ്ടും അദ്ദേഹത്തിന്റെ തന്ത്രശാലിത്തനം മനസ്സിലാക്കാൻ പറ്റില്ല. ചേട്ടാ, ഈ പ്രശ്നം ഇവിടെ തന്നെ നിർത്തി വെച്ചേക്കാം. ഈ പ്രാവശ്യം ഈ നാട്ടുമര്യാദ നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഈ ദേവിക്ക് ചെയ്യുന്ന പൂജ നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഗ്രാമത്തിലെ ജനങ്ങളും അതിന് സമ്മതിച്ചു. പിന്നെ അത് അവസാനിച്ചു. ഇന്ന് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി, അതായത് സഞ്ജീവും ശാന്തിയും ജമീന്ദാറിന് എതിരായവരാണെന്ന്. ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പിന്നെ എല്ലാരും അവരവരുടെ ജോലിയിൽ ബിസിയായി. ഒരു ദിവസം ജമീന്ദാറിന്റെ മകൻ സിറ്റിയിൽ നിന്നും നാട്ടിലേക്ക് വന്നു. അദ്ദേഹം ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഗ്രാമത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഗ്രാമം ചുറ്റിനോക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം ശാന്തിയെ കണ്ടത്. ശാന്തിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായി. മുനിം സർ, ആരാണ് പെണ്ണ്? മുനിയൻ സാർ ആ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കി. ആ പെണ്ണാണോ? ആ പെണ്ണ് ശാന്തിയാണ്, സഞ്ജീവിയുടെ മകളാണ്. അങ്ങനെയാണോ? അവളെ കണ്ടതിനു ശേഷം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്താ മോനെ കാര്യം? വളരെ സന്തോഷത്തോടെയാണല്ലോ നീ. നിങ്ങൾ കല്യാണത്തിന് എനിക്ക് പെണ്ണ് തേടുകയല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. നേരാണോ? എന്ന് വെച്ചാൽ നിനക്ക് ഏതോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായെന്നാണോ? അതെ അമ്മേ. ശരി, ഏതാണ് ആ കുട്ടി? ശാന്തി. ശരി, ഏത് ശാന്തി? സഞ്ജീവ് ചേട്ടന്റെ മകളാണ്. എന്റെ ദൈവമേ, നിനക്ക് വേറെ ഏതൊരു പെണ്ണും കിട്ടിയിട്ടില്ലേ? നിനക്ക് അവന്റെ മകളെ തന്നെ വേണോ? അച്ഛാ, ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? അവൾ പാവപ്പെട്ടതാണെന്ന് അറിയാം, പക്ഷെ നമുക്ക് എന്താണ് കാശ് ആവശ്യം? പൈസ ഒരു കാര്യമല്ല. കാര്യം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ആ സഞ്ജീവും പിന്നെ അവന്റെ മകൾ ശാന്തിയും നമ്മളെ പോലെ ജമീന്ദാരം മതിക്കാറിയില്ല. അവരുടെ ഒക്കെ വിചാരം നമ്മളൊക്കെ പറ്റിക്കുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ സ്ഥലമൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ചെന്ന് അവരുടെ വീട്ടിൽ നിനക്ക് വേണ്ടി പെണ്ണ് ചോദിച്ചാലും അവർ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. തന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം കേട്ട് ധ്രുവിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നി. അവന് ശാന്തിയെ ഒരുപാട് ഇഷ്ടമായി. അന്ന് രാത്രി ധ്രുവ് ഇതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ശാന്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കണം. അവളെ ഞാൻ കല്യാണം ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ജോലിക്കാരനായിട്ട് അഭിനയിച്ചാൽ എന്താ തെറ്റ്? അടുത്ത ദിവസം രാവിലെ ധ്രുവ് സഞ്ജീവിനെ കാണാൻ ചെന്നു. ആരാ മോനെ നീ? എന്റെ പേര് ധ്രുവ്. ഈ ഗ്രാമത്തിലേക്ക് പുതിയതായിട്ട് വന്നതാണ്. ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ട്രാക്ടർ ഓടിക്കാൻ അറിയോ? ആ അറിയാം. ശരി മോനെ, എന്നാ ഇന്ന് തൊട്ടുന്നേ ജോലിക്ക് ചേർന്നോളൂ. ഒരു ദിവസം ഞാൻ 300 രൂപ തരാം. എനിക്കത് മതി. പിന്നെ ധ്രുവ് അന്നു മുതൽ സഞ്ജീവിന്റെ വയലിൽ ജോലി ചെയ്യാൻ തുടങ്ങി.
അദ്ദേഹം ദിവസവും ട്രാക്ടർ ഓട്ടിക്കും. ശാന്തിയും ദിവസവും പാടത്തേക്ക് വരും. പിന്നെ ശാന്തി അവിടെ വരുമ്പോഴേക്കേ ധ്രുവ് അവളെ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. പക്ഷെ ശാന്തിയുടെ ശ്രദ്ധ മുഴുവൻ തന്റെ അച്ഛന്റെ മേലിലായിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ധ്രുവ് ഗ്രാമത്തിന് വെളിയിലായി ഒരു മരത്തിനടുത്ത് കുട പിടിച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ശാന്തി അവിടെ നിന്നും ഓടി വന്നു. പിന്നെ ശാന്തി നേരെ ധ്രുവിന്റെ കുടയ്ക്കകത്തേക്ക് വന്നു. നീ പാടത്തേക്കല്ലേ പോകുന്നത്? അതെ. എന്നെയും കൂട്ടിക്കൊണ്ടു പോകുമോ? എന്റെ കയ്യിൽ കുടയില്ല. ശരി. ധ്രുവും ശാന്തിയും ഒരു കുടയിൽ നടന്നു പോവുകയായിരുന്നു. ധ്രുവ് അന്ന് വളരെ സന്തോഷത്തോടെയായിരുന്നു. ആദ്യമായി ശാന്തി അവനോട് സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ സംഭവം നടന്നുകൊണ്ടേയിരുന്നു. ദിവസവും ശാന്തിയും ധ്രുവും മാറി മാറി കണ്ട് സംസാരിക്കുമായിരുന്നു. രണ്ടുപേരും ഒരാളെ ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങി. ധ്രുവ്, ഈ ജമീന്ദാർക്ക് വളരെ മോശമായവരാണ്. എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ കഷ്ടമുള്ളത് കൊണ്ട് സഹായിക്കുകയാണ്. ശരിയല്ലേ? അവർക്കെല്ലാവർക്കും കൊള്ളയടിക്കാനേ അറിയാവൂ. അങ്ങനെയൊന്നുമില്ല. നിനക്ക് വല്ലപ്പോഴും കാശ് ആവശ്യമാണെങ്കിൽ അപ്പൊ നീ ഇത് ആലോചിക്കും. അങ്ങനെയുള്ള ഒരു ദിവസം വരരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ ജമീന്ദാരൊക്കെ ചീത്ത ആൾക്കാരല്ല ശാന്തി. പക്ഷെ ഒരു ദിവസം സഞ്ജീവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അദ്ദേഹം വളരെ മോശമായ നിലയിൽ വയലിൽ വീണുപോയി. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷന് 2 ലക്ഷം രൂപ ചെലവാകും. ശാന്തിയും അവളുടെ അമ്മയും വളരെ വിഷമത്തോടെയായി. അവർ 2 ലക്ഷം രൂപയ്ക്ക് എവിടേക്കാ പോവുക? അവർക്ക് ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ജമീന്ദാറിന് അവരുടെ സ്ഥലം വിൽക്കുക എന്നത് മാത്രം. അമ്മയും മകളും രണ്ടുപേരും ജമീന്ദാറിനെ കാണാനായി ചെന്നു. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് പണം വളരെ അത്യാവശ്യമാണ്. ഇത് ഞങ്ങളുടെ സ്ഥലത്തിന്റെ പത്രമാണ്. ഇത് വെച്ചുകൊണ്ട് കാശ് നൽകൂ. മോളെ, നിങ്ങളെ പോലെ തന്നെ ഗ്രാമജനങ്ങൾക്ക് കാശ് ആവശ്യമോ ഞാൻ സഹായിക്കുന്നത്. ഞാനൊന്നും അവരുടെ സ്ഥലമൊന്നും ആക്രമിക്കുന്നില്ല, അടങ്ങി വെക്കുകയാണ്. നിങ്ങൾ എപ്പോൾ ആ 2 ലക്ഷം രൂപ തിരിച്ചു തരുന്നോ അപ്പോൾ ആ സ്ഥലം നിങ്ങളുടെ പേരിൽ തന്നെ വരും. ശാന്തി അന്നുവരെ ജമീന്ദാറുകളെ കുറിച്ച് തെറ്റായാണ് കരുതിയത്. ഒരു വിധത്തിൽ അവളുടെ ചിന്ത മൊത്തം ഇപ്പോൾ മാറിപ്പോയി. ജമീന്ദാർ ശാന്തിയുടെ കയ്യിൽ 2 ലക്ഷം രൂപ കാശ് നൽകി. പിന്നെ ധ്രുവും അവളുടെ മുൻപിൽ വന്നു നിന്നു. നീ ഇവിടെ? ഞാൻ ഇദ്ദേഹത്തിന്റെ മകനാണ്. ഞങ്ങൾ ആരടുത്തും കൊള്ളയടിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ തീർച്ചയായിട്ടും വിശ്വസിക്കില്ല. പക്ഷേ സമയം കണ്ടില്ലേ, ഇന്നത്തെ കാര്യം നിനക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് ജോലി ചെയ്യാൻ വന്നത്. അത് ഞാൻ നിന്നെ കാണാനാണ് വന്നത്. ഇത് കേട്ടതും ശാന്തിക്ക് മനസ്സിലായി ജമീന്ദാറുകൾ എല്ലാരും മോശമായവരല്ല എന്ന്. ശരി, വാ ഹോസ്പിറ്റലിലേക്ക് പോവാം. 3 പേരും ചേർന്ന് ഹോസ്പിറ്റലിൽ പണം കെട്ടി. പിന്നെ സഞ്ജീവിന്റെ ഓപ്പറേഷൻ നടന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സഞ്ജീവ് ധ്രുവിന്റെയും ശാന്തിയുടെയും കല്യാണം നടത്തി. സഞ്ജീവിന്റെയും ശാന്തിയുടെയും 2 പേരുടെ വിചാരവും മാറി. ജമീന്ദാറുകൾ എപ്പോഴും പാവപ്പെട്ടവരെ ദ്രോഹിക്കുമെന്നാണ് അവർ കരുതിയത്. ഇപ്പോൾ അവർക്ക് ചിലർ നല്ലവരും ഉണ്ടെന്ന് മനസ്സിലായി. അവർ ആവശ്യത്തിന് പാവങ്ങളെ സഹായിക്കുന്നവരാണ് ജമീന്ദാറുകളും.